ഹലോ ഗേയ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മക്കൊട്ടാദേവ എന്ന് പറയുന്ന ഒരു ചെടിയെ പറ്റിയാണ്. ഇതാണ് മക്കൊട്ടാദേവയുടെ മരം. ഇത് കുറേ ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ്. പ്രത്യേകിച്ച് ഷുഗർ പേഷ്യൻറ്റിന്, പ്രമേഹം ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഔഷധമുള്ളൊരു ചെടിയാണ്. ഞാനൊരു ഷുഗർ പേഷ്യൻ്റാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ എനിക്കൊരു പാർട്ടി കൊണ്ടുതന്നാണ്. ഇത് മലേഷ്യയിൽ നിന്ന് വരുന്ന ചെടിയാണ്. അങ്ങനെ എനിക്ക് HbA1c 7.5 ഉണ്ടായിരുന്നു. ഈ മരത്തിൻ്റെ പഴം, മക്കൊട്ടാദേവ പഴം പഴുത്ത് കഴിഞ്ഞ് ഇത് പഴുത്തതാണ്. ഇപ്പോൾ ഇത് വിളവെടുപ്പ് ഫുള്ളായിട്ട് കഴിഞ്ഞു. കുറച്ചേ ഉള്ളൂ ഈ മരത്തേൽ. ഇത് പച്ചക്കായാണ്. അങ്ങനെ ഞാനിത് നട്ട് വളർത്തി ഇതിൻ്റെ പഴം വലിയ ഉള്ളി സബോള അരിയുന്ന പോലെ അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരല്ലി ഇട്ട് തിളപ്പിച്ച് നമ്മൾ വെറും വയറ്റിലോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ഷുഗറിന് വളരെ മാറ്റമുണ്ട്. 230 ഷുഗർ 95 വരെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ. എൻ്റെ പരിചയമാണ് ഞാൻ പറയുന്നത്. എനിക്ക് കുടിച്ചിട്ട് മാറ്റമുണ്ട്. അതുപോലെ സ്കിൻ ഡിസീസ്, മുട്ടുവേദന, BP ഇതിനൊക്കെ നല്ലതാണെന്ന് പറയുന്നത്. പലരും കുടിച്ചിട്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ പലരും അന്വേഷിച്ച് വന്ന് സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. ഇതിന് വലിയ പരിചരണമൊന്നും ആവശ്യമില്ല. ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ കൂടുതൽ വെയിലുള്ള സ്ഥലത്തല്ല നടേണ്ടത്. ഒരുവിധം ചോലയുള്ള സ്ഥലത്താണിത് നടേണ്ടത്. എനിക്കൊരു 3 മരമുണ്ട്. 3 മരത്തിന് അത്യാവശ്യം കായ എനിക്ക് കിട്ടുന്നുണ്ട്. ഞാനെടുത്തതിന് ശേഷം ബാക്കി ഡിമാൻഡ് വരുന്നത് പോലെ ഞാൻ ആൾക്കാർക്ക് കൊടുക്കാറുമുണ്ട്. 1 കിലോയ്ക്ക് ഇപ്പോൾ 4000 രൂപ വിലയുണ്ട്. ഇത് ഉണക്കിയതാണ് ഈ കാണുന്നത്. മക്കൊട്ടാദേവ പഴം വെയിലത്ത് വെച്ച് ഉണക്കിയതാണിത്. ഇതാണ് മക്കൊട്ടാദേവയുടെ മരം. ഇതിൻ്റെ ഇലയ്ക്ക് പുഴുശല്യം വല്ലാതെ കൂടുതലാണ്. ഈ ഇല വരുമ്പോൾ പുഴു വന്ന് അറ്റാക്ക് ചെയ്യാറുണ്ടല്ലോ. അപ്പം നമ്മൾ അതിനുള്ള എന്തെങ്കിലും മരുന്ന് അടിച്ചു കൊടുത്താൽ കുഴപ്പമില്ല, പുഴുവൊക്കെ ചത്തുപൊക്കോളും. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചാണകപ്പൊടിയും അതുപോലെ എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം വളരും. ഇതൊരു ഇപ്പം 3-4 വർഷമായിട്ടുള്ളൊരു ചെടിയാണ് ഈ നിൽക്കുന്നത്. ഓക്കെ ഗേയ്സ്.